ഈ ലോകത്തിൻ്റെ അവസാനത്തെ ആയുധം, ഈ ലോകത്തിൻ്റെ അവസാനത്തെ പിടിവള്ളി, മനുഷ്യവംശത്തിന് രക്ഷപ്പെടാൻ ഇനി മറ്റൊരു വഴിയില്ല, ദൈവം തൻ്റെ കരുണ ഇറക്കണം. എഫേസോസ് 2:10 എന്ന് വായിക്കാമോ? വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. അതിൽ പറയുന്നത്, നമ്മുടെ ചില സൽപ്രവൃത്തികൾ ദൈവം മുന്നമേ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കാലാകാലങ്ങളിൽ അത് നിറവേറ്റാൻ ദൈവം തൻ്റെ അനുയോജ്യരെ തിരഞ്ഞെടുക്കും. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട സാമുവൽ പള്ളിവാതിൽക്കൽ അച്ഛനാണ് ദൈവകരുണയുടെ കേരളത്തിലെ ആദ്യത്തെ പ്രചാരകൻ. നമുക്കതിൽ അഭിമാനിക്കാം. വായിക്കാം. നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം ചില സൽപ്രവൃത്തികൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചില സൽപ്രവൃത്തികൾ ഒരുക്കിയിട്ടുണ്ട്. അതെന്തിനാണെന്നറിയാം? നമ്മൾ ചെയ്യണം. അത് യേശുക്രിസ്തുവിൽ മുന്നമേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴേ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഈ ശുശ്രൂഷയെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. നമുക്ക് ഈ ദൈവകരുണയുടെ ഒരു പ്രചാരകനായി, അതുകൊണ്ട് നമ്മൾ ഈ വലിയ ആഴ്ചയിൽ ഈ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കണം. നമുക്കറിയാം, കരുണക്കൊന്ത ലോകത്തിന് സമ്മാനിച്ചതും കരുണയുടെ ലോകത്തിലെ ആദ്യത്തെ പ്രചാരകയുമായി മാറിയത് നമുക്കറിയാം വിശുദ്ധ ഫൗസ്റ്റീനയാണ്. വിശുദ്ധ മരിയ ഫൗസ്റ്റീന. ഈ മരിയ ഫൗസ്റ്റീനാമ്മയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ ആരാധന നമ്മൾ പൂർത്തിയാക്കും. നമ്മളതിനെ മനസ്സിലാക്കുന്നത്, നമ്മൾ ദൈവകരുണയോടുള്ള നമ്മുടെ ഭക്തി. നമുക്കറിയാം, ഈ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള 10 ദിവസം, ഈ ദുഃഖവെള്ളി മുതൽ ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള 10 ദിവസം ദൈവകരുണയുടെ നൊവേന തന്നെയുണ്ട് സഭയിൽ. ഈ നൊവേന ചൊല്ലി ഓരോ ദിവസവും പ്രത്യേകിച്ച് ഒരു ദിവസം ശുദ്ധീകരാത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട്, വേറൊരു ദിവസം തിരുസഭയ്ക്ക് വേണ്ടി, വേറൊരു ദിവസം വൈദികർക്ക് വേണ്ടി, വേറൊരു ദിവസം സന്യസ്തർക്ക് വേണ്ടി, വേറൊരു ദിവസം കുടുംബസ്ഥർക്ക് വേണ്ടി, വേറൊരു ദിവസം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, വേറൊരു ദിവസം രോഗികൾക്ക് വേണ്ടി, അങ്ങനെ 10 ദിവസവും നമ്മളിങ്ങനെ നിയോഗങ്ങൾ വെച്ച് ഈ കരുണയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ 23-ാം തീയതി ഈ ദുഃഖവെള്ളിയാഴ്ച ആരംഭിച്ച് നമ്മൾ പുതു ഞായറാഴ്ച അത് സമാപിപ്പിക്കും. അതിനിടയിലുള്ള ഒരു ദിവസമാണ് 23-ാം തീയതി നമ്മൾ ദൈവകരുണയുടെ തിരുനാളും ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവകരുണയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ പിടിവള്ളി ദൈവത്തിൻ്റെ കരുണ സ്വയം പ്രേരിതമായി ഇറങ്ങണം. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷ ഉണ്ടാവില്ല. നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, അവൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം അല്ലേ? അതോ 10-ാം വാക്യമാണോ? 9-ന്റെ 14-ാം വാക്യമാണോ 17-ാം വാക്യമാണോ? മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് അഥവാ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ആ വചനം കിട്ടിയോ? വായിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം ആണോ 10-ാം അധ്യായം? അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഇപ്പൊ പള്ളി വന്നതിൻ്റെ അടിസ്ഥാനം ദൈവത്തിന്റെ കരുണയാണ്. ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മൾ ഈ വെള്ളിയാഴ്ചയിൽ ഈ വർഷം പങ്കെടുക്കാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മുടെ മക്കൾ ഇപ്പോഴും അപകടത്തിൽ ചെന്ന് ചാടാത്തത് ദൈവത്തിൻ്റെ കരുണയാണ്. നമുക്കും ഇപ്പോഴും മറ്റുള്ള മുമ്പിൽ എരക്കാതെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരുണയാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ പുകഴ്ത്തണം. അതിന് ഏറ്റവും നല്ല സമയമാണ് നമ്മുടെ വലിയ ആഴ്ച. അതുകൊണ്ട് കാരണം ദൈവകരുണ പൊട്ടി ഒഴുകിയ ദിനമാണ് ദുഃഖവെള്ളി. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച ഈ ദൈവകരുണയുടെ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇത് ഉയർപ്പു ഞായറാഴ്ച വരെ നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച മുതൽ ഒരു പക്ഷേ പബ്ലിക്കായിട്ട് നമുക്ക് എല്ലാ ദിവസവും
നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കണമെന്നില്ല. നമ്മൾ വ്യക്തിപരമായി ഈ നൊവേന നെറ്റിലെല്ലാം ഉണ്ട്, അത് കണ്ടെത്തി പഠിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അഥവാ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കരുണക്കൊന്ത കൃത്യം 3 മണിക്ക് നമ്മളത് ചൊല്ലി ഈ ദിവസത്തിൽ ദൈവകരുണയ്ക്ക് നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, നിയോഗങ്ങളെയും തിരുസഭയൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ഫൗസ്റ്റീനാമ്മയുടെ ജീവിതത്തിലെ ഒരു 4-5 സംഭവങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാം. വളരെ പെട്ടെന്ന് പറയാവുന്നതല്ലോ. വളരെ ആഴമുള്ള ഈ ദൈവാനുഭവത്തിൻ്റെ ഒരു വിശുദ്ധയാണ്. ഈശോ ഫൗസ്റ്റീനാമ്മയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവീക രഹസ്യങ്ങളും സ്നേഹവും ഡയറിയിൽ കുറിച്ചിട്ടതിൻ്റെ പേരിൽ ആ ഡയറി പിന്നീട് പ്രസിദ്ധീകരിച്ച് ഇത് സഭയുടെ വ്യക്തിപരമായിട്ടുള്ള, പൊതുവായിട്ടുള്ളതല്ല, വ്യക്തിപരമായിട്ടുള്ള ഭക്താഭ്യാസത്തിന് അത് സഹായകമാകുമെന്ന് കണ്ട് മാർപ്പാപ്പമാർ അനുവദിച്ചിട്ടുണ്ട്. പൊതുവായി അതിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ഭക്താഭ്യാസത്തിനും ദൈവ സ്നേഹത്തിനും ആത്മീയ വളർച്ചയ്ക്കും ഈ ഡയറി ഉപോത്ബലകമാണ്, സഹായകമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഡയറിയിലെ ചില സംഭവങ്ങൾ ഒന്ന് കാണാവുന്ന വരുന്നതാണ്. ഈ ഫൗസ്റ്റീനാമ്മ ചെറുപ്പത്തിലെ, കൊച്ചിലെ, അതായത് 10-18 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്തെ നല്ല ഡാൻസുകാരിയായിരുന്നു. ഡാൻസ്. അപ്പോൾ ഈ നൃത്ത ക്ലാസ്സിലൊക്കെ പോയിട്ട് സ്റ്റേജിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഫൗസ്റ്റീനയുടെ ഒരു സഹോദരിമാരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും വളരെ സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഈ കൊച്ചിൻ്റെ മനസ്സിലൊരു നൊമ്പരം അങ്ങ് അനുഭവപ്പെട്ടു. എല്ലാവരും ഡാൻസ് സ്റ്റേജിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റേജിൽ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെന്ന് കയറിയ ഈ ഫൗസ്റ്റീനയുടെ മനസ്സിലൊരു പെട്ടെന്നൊരു വലിയ വേദന, ഒരു കയ്പ് അനുഭവിച്ചപ്പോൾ, പക്ഷെ അത് സ്വാഭാവികമാണെന്ന് കണ്ട് അവൾ എന്ത് ചെയ്തു? അവൾ പിന്നെ നൃത്തം ആരംഭിച്ചു. നൃത്തം അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ ഫൗസ്റ്റീന ഒരു ദർശനം, ആദ്യമായിട്ട് ഫൗസ്റ്റീന കാണുന്നൊരു ദർശനമാണ്. അത് ഈശോയുടെ ഒരു രൂപം ആ സ്റ്റേജിൻ്റെ ഒരു വശത്ത് നിൽക്കുന്നു. ആ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. ആ കാഴ്ച, ഈശോയുടെ രൂപം കൈകളിങ്ങനെ കൂട്ടിക്കെട്ടി, ശരീരം മുഴുവനും അടിച്ച് വേദന കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട മുറിവുകളാൽ ആവൃതനായ ഒരു ഈശോ ഇങ്ങനെ നിൽക്കുന്നു. ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ വേദനയോടെ നിൽക്കുന്ന ഫൗസ്റ്റീനയുടെ ഒരു സ്വരം അവിടെ കാതിൽ പതിഞ്ഞു. ഇതാണ്: എത്ര നാൾ ഞാൻ നിനക്കായി കാത്തിരിക്കും, എത്ര നാൾ നീ എന്നെ ഒഴിവാക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ലോകത്തിൽ നമ്മളുടെ പാട്ടും നൃത്തവും കാഴ്ചകളും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴും കർത്താവ് നമ്മളോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്: മോനെ, മോളെ, നീ എത്ര നാൾ എന്നെ ഒഴിവാക്കും? നീ എത്ര നാൾ എന്നെ ഒഴിവാക്കും? ഞാൻ എത്ര നാൾ നിനക്ക് വേണ്ടി കാത്തിരിക്കണം? പ്രിയപ്പെട്ടവരെ, ആ നിമിഷം ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഡാൻസിന് വേണ്ടി. ഈ പാട്ട് ഈ ഫൗസ്റ്റീനയുടെ കാതിൽ നിന്ന് അങ്ങ് നിന്നു. പിന്നെ പാട്ട് കേൾക്കാനില്ല, ഈ ശബ്ദമാണ് കേൾക്കുന്നത്. പെട്ടെന്ന് അവിടെ ഫൗസ്റ്റീനാമ്മ എന്ത് ചെയ്തെന്നറിയാമോ? ആ സ്റ്റേജിൽ നിന്നിറങ്ങി ഒരു തലവേദനയൊക്കെ അഭിനയിച്ച് കൂടെ വന്ന സഹോദരിയുടെ കൂടെ പതിയെ ആരും കാണാതെ അവളെയും വിളിച്ചുകൊണ്ട് വെളിയിലോട്ട് പോയി. അങ്ങനെ അവിടെ ഒരു സെയിൻറ്റ് സ്റ്റാൻസ്ലോസ്കി എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. വിശുദ്ധൻ്റെ ഭദ്രാസന പള്ളി. ആ പള്ളിയിൽ പോയി അവിടെ ചെന്ന് ആ പള്ളി മുട്ടുകുത്തി ആരും കാണാതെ പള്ളിയുടെ ഒരു മൂലയ്ക്ക് കമന്ന് കിടന്നിട്ട് ഈശോയോട് ചോദിച്ചു: കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും വിശുദ്ധരോടൊക്കെയാണ് ദൈവം ഇടപെടുന്നത്. അങ്ങനെയല്ല. ദൈവം ഇങ്ങനെ നൃത്തവും ഡാൻസും പാട്ടും സർക്കസും സിനിമയും ഒക്കെ ആയിട്ട് നടക്കുന്നവരോടും ദൈവം മിണ്ടും. പക്ഷെ ദൈവം മിണ്ടുന്നത് എന്താണെന്നറിയാവോ? നീ എത്ര നാൾ ഇങ്ങനെ നടക്കും? നീ എത്ര നാൾ എന്നെ ഒഴിവാക്കും? ഞാൻ എത്ര നാൾ നിനക്ക് വേണ്ടി കാത്തിരിക്കണം? അങ്ങനെ വിശുദ്ധ ഫൗസ്റ്റീന ഒരു തീരുമാനമെടുക്കുകയും വിശുദ്ധ ഫൗസ്റ്റീന അങ്ങനെ ഒരു മഠത്തിലൊക്കെ ചേരാൻ തീരുമാനിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ഈശോയുടെ ഭാഗത്തു നിന്നാണ് ആദ്യത്തെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ. നമ്മൾ വിഷമിക്കേണ്ട. നമ്മൾ എത്ര അധ്വാനിച്ചിട്ട് ശ്രമിച്ചിട്ടും ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിലും ഈശോ നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എന്നിട്ട് പിന്നീട് കുറേ കാര്യങ്ങളുണ്ട്. ഒരു മഠത്തിലൊക്കെ ചേർന്നു. അതിനുശേഷം പിന്നീട് ഫൗസ്റ്റീനാമ്മ പറയുന്നത് മറ്റൊരു സംഭവം, ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്, എങ്കിലും
അതിനകത്ത് നിന്ന് മറ്റൊരു സംഭവം, നിസ്സാര കാര്യങ്ങളിലും ഇടപെടുന്ന ഈശോ. നിസ്സാര കാര്യങ്ങളിലും ഇടപെടുന്ന ഈശോ. അത് 1938 പുതിയ വർഷമാണ്. മഠത്തിലാണ് സിസ്റ്ററായി. അങ്ങനെ കഴിയുമ്പോൾ പുതിയ വർഷം നമ്മളൊക്കെ ഈ പുതുവർഷം തീരുമാനങ്ങൾ എടുക്കുന്ന കണക്ക് ഈ മഠത്തിലൊരു തീരുമാനമുണ്ട്. നമ്മുടെ സിസ്റ്റേഴ്സൊക്കെ തീരുമാനം എടുക്കും. അതായത് ഈ വർഷം എനിക്ക് ഏത് മധ്യസ്ഥനെയാണ് കൂടുതൽ പ്രാർത്ഥിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഓരോ വർഷവും ഓരോ മധ്യസ്ഥനെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഫൗസ്തീനാമ്മയ്ക്കൊരാഗ്രഹം. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോ, ദൈവകരുണയുടെ ഈശോയെ കണ്ടു, പ്രത്യക്ഷപ്പെട്ടു. ദൈവകരുണയുടെ ചിത്രമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ആ ചിത്രമൊക്കെ ഫൗസ്തീനാമ്മയ്ക്ക് വെട്ടപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവകരുണയുടെ ഈശോയെ എനിക്ക് ഈ വർഷം മധ്യസ്ഥനായി കിട്ടണമേ, ഈശോ തന്നെ എൻ്റെ മധ്യസ്ഥനായിരിക്കണേ എന്ന് മനസ്സിലൊരാഗ്രഹം. പക്ഷേ സാധാരണ വിശുദ്ധരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ മാതാവിനെയൊക്കെയാണ്. അപ്പോൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവരവരുടെ ആർക്ക് താല്പര്യമുള്ള ആളിൻ്റെ പേര് എഴുതി ഇതിനകത്തിടും. എന്നിട്ട് വേറെ സിസ്റ്റേഴ്സൊക്കെ പല വിശുദ്ധരുടെ പേരും എഴുതിയിടും. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കുറിയിട്ടിട്ട് ഈ കുറിയിൽ ഒരെണ്ണം എടുക്കും. അപ്പോൾ ഏതെങ്കിലും സിസ്റ്റർ എഴുതിയിട്ട പേരായിരിക്കും ഫൗസ്തീനയ്ക്ക് ഇടുന്നത്. ആ വിശുദ്ധനെ ആയിരിക്കും ആ വർഷം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ദൈവകരുണയുടെ ഈശോ എന്ന് ഇങ്ങനെ എഴുതി ഇട്ടു. പേരൊന്നും എഴുതിയിടാതെ ദൈവകരുണയുടെ ഈശോ മധ്യസ്ഥ, ഈ വർഷത്തെ മധ്യസ്ഥ. അപ്പം മറ്റു വിശുദ്ധരുടെയൊക്കെ പേരും മറ്റു സിസ്റ്റേഴ്സ് എഴുതിയിട്ടു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഇങ്ങനെ ഇത് ദിവ്യകാരുണ്യ ഈശോയുടെ ആ ഒരു വർഷത്തെ കുറിയെടുക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന നടന്നു. പ്രാർത്ഥനയിൽ പുതിയ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കാം. പക്ഷേ ഇത് ഈശോയിൽ നിന്ന് മറച്ചു വെച്ച് ഇങ്ങനെ എഴുതിയിട്ട കാര്യം ഈശോയോട് പറഞ്ഞില്ല. ബാക്കി ഈ വർഷം എൻ്റെ കർത്താവ് എനിക്ക് ഇങ്ങനെ കൃപകളൊക്കെ ഉണ്ടായിരിക്കണേ, എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ കൃപ കിട്ടണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് മാത്രം പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഫൗസ്തീന പറയാണ്, അന്ന് കുറി എടുത്ത് മദർ ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തുറക്കാൻ പാടില്ല, പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് വേണം തുറക്കാൻ. അങ്ങനെ അവസാനം പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് മധ്യസ്ഥരുടെ ആ വിശുദ്ധ ചീട്ട് അങ്ങനെ മദർ കൊടുത്തതെടുത്ത് ഇങ്ങനെ കയ്യിൽ ആശയടക്കമായിട്ട് കുറേ നേരം പിടിച്ചു. പെട്ടെന്ന് ഫൗസ്തീനാമ്മയുടെ കാതിൽ ഒരു സ്വരം കേൾക്കാം, ഞാനാണ് നിന്റെ മധ്യസ്ഥൻ, വായിക്കുക. അങ്ങനെ ഇത് തുറന്ന് എല്ലാവരുടെയും മുമ്പിൽ വായിച്ചു. ദൈവകരുണയുടെ ഈശോ ആണ് ഫൗസ്തീനയുടെ ഈ വർഷത്തെ മധ്യസ്ഥൻ. ഫൗസ്തീനാമ്മ പറയുന്ന ഇതാണ്, എൻ്റെ മനസ്സിൻ്റെ ചെറിയ ഒരു ആഗ്രഹം പോലും അറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോ ആണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടി ഫൗസ്തീന മഠത്തിലെ ചാപ്പലിൽ പെട്ടെന്നൊരു ചെറിയ സന്ദർശനം, ദിവ്യകാരുണ്യ ഈശോയെ സന്ദർശിച്ചിട്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞിട്ട് തിരിച്ചു ചെന്ന് അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയിത്തീർന്നു. അപ്പോൾ ഈശോ പറയുന്നതായിട്ട് കേട്ടു, ഇപ്പോൾ നീ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയിരിക്കുന്നതിലാണ് എൻ്റെ സന്തോഷം, പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ ഒരു ഇങ്ങനെ വിശുദ്ധരോടൊക്കെ ഇടപെടുന്ന, ഇങ്ങനെ നമ്മളോടൊക്കെ ഇടപെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈശോ ഒരാളോട് കാണിച്ചാൽ ഈശോ എല്ലാവർക്കും ഈ സ്നേഹം തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഈശോയുടെ വ്യക്തിപരമായ ഈ സ്നേഹത്തോട് തുറക്കണം. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പിന്നീട് വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് സുന്ദരമായ ഒരു കാര്യം ഞാൻ വായിച്ചു തോന്നി. വിശുദ്ധ കുമ്പസാരം, അതായത് നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിന് പോകുമ്പോൾ ദൈവം നമ്മുടെ മനസ്സിലൊരു ചിന്ത തരും. ദൈവവുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര പാപികളാണെന്നും എത്ര കുറവുള്ളവരാണെന്നും എത്ര ദുർബലരാണെന്നും ദൈവത്തെ സമീപിക്കാൻ കഴിവില്ലെന്നും ഒരു ബോധം അത് പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു അനുതാപകൃപ നമുക്ക് കിട്ടി വേണം കുമ്പസാരിക്കാൻ. അപ്പോഴങ്ങനെ ഫൗസ്തീന കുറേ പാപങ്ങളൊക്കെ എഴുതി, ജീവിതത്തിലുള്ള ചെറിയ തെറ്റുകൾ പോലും എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കും. ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ പുണ്യം പോയി കുമ്പസാരിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് തന്ന ചെറിയ അവഗണിക്കുന്ന, സ്നേഹിക്കാതിരുന്ന, ചെയ്യാവുന്ന നന്മകൾ ചെയ്യാതെ പോയത്, അതൊക്കെയാണല്ലോ പാപങ്ങൾ. അപ്പോൾ ഇങ്ങനെ എഴുതി കുറേ പാപങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്ന്, എന്നിട്ട് ഇപ്പോൾ ആ പേപ്പർ പോക്കറ്റിലിട്ടിരുന്നു.
ഈ പേപ്പർ എടുക്കാൻ പറ്റാതെ മുട്ടുകുത്തി ഇതറിയാവുന്നല്ലോ എന്ന് കരുതിക്കൊണ്ട് പറയാൻ നോക്കി. പക്ഷേ ഒന്നും ഓർമ്മയെ വരുന്നില്ല. പറയണമെന്നുണ്ട് കുമ്പസാരക്കൂട്ടിൽ, പക്ഷെ ഒന്നും ഓർമ്മയെ വരുന്നില്ല. ഈ പട്ടികയൊക്കെ തയ്യാറാക്കി. പക്ഷേ കുമ്പസാരത്തിൽ ഈശോ 2 പാപങ്ങൾ ഏറ്റു പറയാനേ അനുവദിച്ചുള്ളൂ. കുമ്പസാരക്കൂട് വിട്ടുപോകുമ്പോൾ വലിയ ഒരു സങ്കടം. ദൈവമേ, പാപമൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഉടനെ മുട്ടുകുത്തി നിന്നപ്പോൾ ഈശോ പറഞ്ഞൊരു വചനമാണ്, എൻ്റെ മകളെ, നീ കുമ്പസാരിക്കാൻ നിശ്ചയിച്ചിരുന്ന പാപങ്ങളൊന്നും എൻ്റെ ദൃഷ്ടിയിൽ പാപങ്ങളല്ല. ഇങ്ങനൊരു സത്യമുണ്ട്. ഇവിടെ നമ്മൾ ഈ ചിലരൊക്കെ ഇങ്ങനെ കുറ്റബോധം കൊണ്ട് കുമ്പസാരിക്കും. അയ്യോ ദൈവമേ, എന്നോട് ക്ഷമിക്കുമോ? എൻ്റെ ദൈവമേ, ഇതൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്നോട് പൊറുക്കുമോ? ഈശോ പറയും, എൻ്റെ മക്കളെ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പാപങ്ങളൊന്നും എൻ്റെ ദൃഷ്ടിയിൽ പാപങ്ങളല്ല. അതുകൊണ്ടാണ് നിനക്കവ പറയാൻ സാധിക്കാതെ വന്നത്. അതുകൊണ്ട് മറന്നുപോയി, പറഞ്ഞില്ല എന്നൊരു ആശങ്കയുടെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് പറയാണ്, സാത്താൻ എൻ്റെ സമാധാനത്തെ കെടുത്താൻ വേണ്ടാത്ത ചിന്തകൾ എൻ്റെ തലയിൽ തരുന്ന ഇത്. ചിലർക്ക് ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളൊക്കെയാണ്. ഒരു ചിന്ത വരും, അതിനെ നിയന്ത്രിക്കാൻ വേറൊരു ചിന്ത വരും, അതിനെ നിയന്ത്രിക്കാൻ വേറൊരു ചിന്ത വരും. അങ്ങനെ ചിന്തകളെ നിയന്ത്രിക്കാതെ കൊണ്ടുപോകണം. ഇതെല്ലാം പറഞ്ഞില്ലയോ, ഇത് പറഞ്ഞില്ലേ ശരിയാകുമോ, എനിക്ക് ഉത്തരിപ്പീഠം കിട്ടുമോ, ശവദോഷത്തിൽ രക്ഷപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ള ഇത് പിശാച് തരുന്ന ചില ചിന്തകളാണെന്ന് ഫൗസ്റ്റീനാമ്മയെ പഠിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്നിട്ട് ഫൗസ്റ്റീനാമ്മ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ഈശോയെ, നീ എന്നെ ഓർമ്മിപ്പിച്ച പാപങ്ങളാണ് നിന്റെ ദൃഷ്ടിയിലെ വലുത്. അതേറ്റ് പറയാൻ എനിക്ക് കൃപ തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു കുറ്റബോധങ്ങളുടെ ആവശ്യമില്ല. കർത്താവിൻ്റെ മുമ്പിൽ ഈശോയുടെ സ്നേഹത്തോടെ നമ്മൾ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഈശോ പഠിപ്പിച്ച മറ്റൊരു പാഠം. ഇനിയും മറ്റൊരു പാഠം ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ മറ്റൊരു പാഠമാണ്. നമുക്കറിയാം, ഈ ഈശോയുടെ ചാട്ടവാറടിയേറ്റ് നിൽക്കുന്ന ഈശോ. കൂടെ ഫൗസ്റ്റീന കാണുന്ന ഒരു ചിത്രമാണ് ഈശോയുടെ മുറിവേറ്റ ശരീരത്തിൻ്റെ ചിത്രം. അതെന്തിനാണെന്നറിയാമോ? കരുണക്കൊന്ത അതിനെത്രമാത്രം വലുതാണെന്ന് ഈ ഈശോ ഫൗസ്റ്റീനാമ്മയെ പഠിപ്പിക്കുകയും ഫൗസ്റ്റീന ഇത് ലോകത്തോട് പ്രഖ്യാപിക്കണമെന്ന് തൻ്റെ കുമ്പസാരക്കാരൻ വഴി, തൻ്റെ മെത്രാച്ചൻ വഴി, തൻ്റെ ആത്മീയ ഉപദേഷ്ടാക്കൾ വഴി ലോകത്തോട് ഈ സത്യം പറയണമെന്നും ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കൂടെ ഈശോയുടെ സഹിക്കുന്ന ശരീരത്തിൻ്റെ ചിത്രം കാണിച്ചു കൊടുക്കും. ഇവിടെ കേൾക്കുന്നുണ്ടോ? ഈശോയുടെ ഏത് ചിത്രമാണ്? സഹിക്കുന്ന ഈശോയുടെ ചിത്രം കാണിച്ചു കൊടുക്കും. ഒരിക്കൽ ഈ ഫൗസ്റ്റീനാമ്മ ആരാധനയ്ക്കായിട്ട്, ഇപ്പം നമ്മൾ വന്നതുപോലെ ആരാധനയ്ക്ക്, എനിക്ക് ചില ആളുകളിൽ വളരെ മതിപ്പാണ്. ചിലർ എന്നോട് പറയും, അച്ഛാ, ഒരാൾ പറയുകയാണ്, അച്ഛാ, ഓശാനയുടെ സമയത്ത്, അച്ഛാ, ഞാൻ ഈ വർഷത്തെ അല്ല, നേരത്തെയുള്ള ഓശാനയുടെ സമയത്ത്, അച്ഛാ, മാലാഖമാർ പറന്ന് വന്ന് ഇങ്ങനെ ആ ഓശാന കുരുത്തോല വാഴ്ച സമയത്ത് അതിന് ചുറ്റും തളം കെട്ടി പറക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടെത്തുന്നു. ഈ കുരിശിൻ്റെ ഈ ദുഃഖവെള്ളിയാട് ശുശ്രൂഷയുടെ സമയത്ത് ഈശോയുടെ ദാരുണമായ പീഡാരഹസ്യങ്ങളെ നേരിട്ട് കാണുന്ന ആളുകൾ നമുക്കറിയാം. നിങ്ങൾ അതൊരു വലിയ വിശ്വാസ സത്യമായിട്ട് സഭ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് ആറ്റരികത്ത് ഒരു ഓർത്തഡോക്സ് വീട്ടിൽ നമ്മുടെ ഒരു കൊച്ചു പയ്യൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ദുഃഖവെള്ളിയാഴ്ച സമയത്ത് ഒരു ശരീരത്തിൽ രക്തം ഇങ്ങനെ ഒഴുകുന്നത്, ഒരു കയ്യിലെ ഈ ശരീരത്തിൽ 5 മുറിവുകൾ, +2 പഠിക്കുന്നൊരു കുഞ്ഞ്, അവൻ്റെ ശരീരത്തിൽ ഈശോയുടെ മുറിവുകൾ പ്രത്യക്ഷമായിട്ടുണ്ട്. അനേകർ വരിക, കാണുകയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവം തൻ്റെ വ്യക്തിപരമായ ചില സ്നേഹം ചിലർക്കൊക്കെ വെളിപ്പെടുത്തും. നമ്മുടെ സമയത്ത് ആറ്റരികത്ത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ദർശനം, അവരുടെ ഭിത്തിയിൽ പ്രത്യേക ഭാഷയിലൊക്കെ എഴുത്തുകൾ കാണും, കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും, വീണ്ടും അത് തെളിഞ്ഞു വരും. അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ, ഇതൊന്നും എൻ്റെ പ്രിയപ്പെട്ട ഒരു അതീന്ദ്രിയമായ സൂപ്പർ നാച്ചുറൽ തലത്തിലുള്ള ഒരു യാഥാർത്ഥ്യങ്ങളാണിത്. കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് മാത്രമല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലത്തിലും ഒരു ആന്തരിക ലോകമുണ്ട്. അതൊക്കെ ചിലരെ ദൈവം തിരഞ്ഞെടുത്ത് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതൊരു വിശ്വാസ സത്യമായി ഉച്ചത്തിൽ പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ആത്മീയ വളർച്ചയ്ക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ചില അടയാളങ്ങളാണ്. ഹല്ലേലൂയ, സ്നേഹത്തോട് പറ ഹല്ലേലൂയ. ഇവിടെ ഫൗസ്റ്റീന സിസ്റ്റർ ആരാധനയ്ക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു ആന്തരിക ദർശനം, ശ്രദ്ധിച്ച് കേൾക്കണേ, പെട്ടെന്നൊരു ആന്തരിക ദർശനം. ഈ ദർശനത്തിൽ ഈശോയെ കൽത്തൂണിൽ നഗ്നനായി കെട്ടിയിട്ടിരിക്കുന്ന ഈശോയെ 4 പേര് വന്ന് മാറി മാറി അടിക്കുന്ന ഒരു രംഗം.
വേദന കൊണ്ട് ഈ പീഡനം കണ്ട ഫൗസ്റ്റീനയുടെ ഹൃദയം സ്തംഭിച്ച പോലായിപ്പോയി. ആരാധനയ്ക്ക് വന്ന് മുട്ടുകുത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഉടനെ ഈശോ ഫൗസ്റ്റീനയുടെ കാതിൽ ഇങ്ങനൊരു സ്വരം കേൾക്കാം: നീ കാണുന്നതിലും വലിയ വേദന ഞാൻ സഹിക്കുന്നുണ്ട് എന്ന് പറയാൻ നേരത്തെ സഹിച്ചതല്ല, ഇപ്പോഴും ഈശോ വേദന സഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഈശോയുടെ ജീവിതത്തിൽ ഒരു അനേകം വിശുദ്ധർക്ക് ഈശോ വെളിപ്പെടുത്തിയതാണ്. കാൽവരിയിൽ പീലാത്തോസിന്റെ ഭവനത്തിൽ ഞാൻ അന്ന് അടിയേറ്റ് സഹിച്ചതിലും വലിയ വേദന ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ സഹിക്കുന്നുണ്ട്. അത് ഈശോയുടെ വേദനയാണ്. എൻ്റെ പ്രിയപ്പെട്ടത് ഇതിലെല്ലാവർക്കും മനസ്സിലാകണം. അത് ഈശോ ആഗ്രഹിക്കുന്നത്. ഈ വെള്ളിയാഴ്ചയിൽ അതിനുള്ള കൃപ ഈശോ നമുക്ക് തരട്ടെ. അപ്പോൾ ഫൗസ്റ്റീന ചോദിച്ചു, ഈശോയെ, അങ്ങ് ഈ ചാട്ടവാറടി ഏൽക്കുന്നത് ഏത് പാപത്തിന് വേണ്ടിയിട്ടാണ്? ഈശോ മറുപടി പറഞ്ഞു, മനുഷ്യരുടെ അശുദ്ധ പാപത്തിന് വേണ്ടിയാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഏൽക്കുന്ന പീഡ. ജഡിക പാപം, സ്വയംഭോഗം, പോർണോഗ്രഫി, മൊബൈലിലുള്ള തെറ്റായ വീഡിയോസ്, ചിത്രങ്ങൾ, മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില അശുദ്ധ പാപത്തിൻ്റെ ചിത്രങ്ങൾ, സ്വവർഗഭോഗം, മൃഗഭോഗം, ഓറൽ സെക്സ്, അനൽ സെക്സ്, ചൈൽഡ് സെക്സ്, വ്യഭിചാരം. പ്രിയപ്പെട്ടവരെ, ഈ അശുദ്ധ പാപം മനസ്സിൽ സൂക്ഷിച്ചു നടക്കുന്ന, മൊബൈലിൽ കൊണ്ടു നടക്കുന്ന, കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ കാഴ്ചകൾ, ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന, അത് മനസ്സിൽ സൂക്ഷിച്ച് സ്വയം രഹസ്യത്തിൽ ആരും കാണാതെ ചെയ്യുന്ന പാപങ്ങൾ, ഈ ചാട്ടമാറടി ഈശോ സഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഈശോ പറഞ്ഞു. ഈ ദാമ്പത്തിക അവിശ്വസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഈശോ സഹിക്കുന്ന ഈ പാപം. എന്നിട്ട് പെട്ടെന്ന് പിന്നീട് കാണുന്നത്, ഈശോ പെട്ടെന്ന് പറയുകയാണ്, മനുഷ്യകുലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നങ്ങോട്ട് പറയുകയും ഈശോയെ അടിക്കാൻ വന്ന ഈ 4 പടയാളികൾ പെട്ടെന്ന് അപ്രത്യക്ഷരായി. പിന്നീട് അവിടെ ഇരുന്ന ചാട്ട കൊണ്ട് ചില ആളുകൾ വന്ന് അടിക്കാൻ തുടങ്ങി. അത് ഫൗസ്റ്റീന കാണുന്നത്, അവർ ചാട്ടയെടുത്ത് കർത്താവിനെ നിഷ്കരുണം തല്ലി. അടുത്ത വചനം, ഇവർ വൈദികര്, സന്യസ്തര്, പുരുഷന്മാര്, സ്ത്രീകള്, സഭയിലെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവരെല്ലാവരും വന്ന് ഈ ചാട്ടയെടുത്ത് ഈശോയെ അടിക്കാൻ തുടങ്ങി. നിഷ്കളങ്കനായ ഈശോയുടെ മേൽ എല്ലാവരും തങ്ങളുടെ വിരോധം തീർത്തു. അപ്പോൾ 2 കാഴ്ചകളാണ്. ഒന്ന് ഫൗസ്റ്റീന കാണുന്നത്, ഒന്ന് ഈ പടയാളികൾ അടിച്ചപ്പോൾ ഈശോ അകലങ്ങളിലേക്ക് നോക്കി നിശബ്ദനായിരുന്നു, അടിയെല്ലാം കൊണ്ടുകൊണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആളുകൾ വന്ന് ഈശോയെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ കണ്ണുകൾ അടച്ച്, എന്ന് പറഞ്ഞാൽ ഈ അടിക്കുന്ന ആളുകൾ ആരാണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈശോ കണ്ണുകൾ അടച്ച്, ഞാൻ നിങ്ങളുമായി ഈശോ അടിക്കുന്നേ, കണ്ണുകൾ അടച്ചിട്ട് വളരെ വേദനാജനകമായ ഒരു മൃദുല വിലാപം അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നത് ഞാൻ കേട്ടു. ഒരു വിലാപം, ഒരു സങ്കട ശബ്ദം, ഒരു നേർത്ത നിലവിളി. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ച് ഈശോ സഹിക്കുക. എന്നിട്ട് ഈശോ ഈ നന്ദിഹീനരായ നമ്മൾ ആത്മാക്കളുടെ പാപത്തിന്റെ ഗൗരവം വിശദമായി ഈശോ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കേട്ടിട്ട് പറയാണ്, നീ കാണുക, ഇതെന്റെ മരണത്തെക്കാൾ വലിയ പീഡനമാണ്. ഈശോ പറയും, ഇതെന്റെ മരണത്തെക്കാൾ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മളൊരു കുഴപ്പമില്ല, ആരും കാണുന്നില്ല എന്ന് കരുതി കൊണ്ടു നടക്കുന്ന അശുദ്ധി ഉണ്ടല്ലോ, ശരീരത്തിന്റെ അശുദ്ധി, ഈശോയ്ക്ക് മരണത്തെക്കാൾ വലിയ പീഡനമാണെന്ന് നീ എൻ്റെ ജനത്തോട് പറയണം, എൻ്റെ മക്കളോട് പറയണമെന്ന്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം വിശുദ്ധ ഫൗസ്റ്റീന ഉടനെ വേദനയോടെ ആ അവസ്ഥയിലേക്ക് കണ്ടിട്ട് ഈശോയെ ആശ്വസിപ്പിക്കുക ഫൗസ്റ്റീന. അപ്പോൾ ഈശോ പറയുന്ന വചനമാണ്, എൻ്റെ ഹൃദയത്തിന് വളരെ ആശ്വാസം തന്ന നിന്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥമായ വേദന കണ്ട് ഞാൻ ആശ്വസിക്കുന്നു. ഇങ്ങനെ ഇതിനുവേണ്ടിയൊക്കെ കരയുന്ന ആത്മാക്കൾ, പാവപ്പെട്ട ആത്മാക്കളുണ്ട്. ഈ ജനത്തിന്റെ അശുദ്ധ പാപത്തിന് വേണ്ടി കരയുന്ന ആത്മാക്കളുണ്ട്. പ്രിയപ്പെട്ടവർ, അത് ഈശോയെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയിലൊക്കെ നമ്മുടെ കുറേ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കർത്താവിനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ. 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 കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച അതിദാരുണമായ പീഡകളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ സഹനങ്ങൾ ഞങ്ങൾക്കും അങ്ങയുടെ മക്കൾക്കും ആശ്വാസമാകട്ടെ. ഹല്ലേലൂയ. 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 പ്രധാനപ്പെട്ട മറ്റൊരു, ഇത് ശരീരത്തിൻ്റെ സഹനമാണ്, എന്നാൽ മറ്റൊരു സഹനമാണ് ആന്തരിക സഹനം. ആന്തരിക സഹനം, അതായത് ഈ ഫൗസ്റ്റീന കാണുന്ന ഒരു ആന്തരിക സഹനം. ഈ ഫൗസ്റ്റീനയ്ക്ക് ഒരു 2-3 കുമ്പസാരക്കാരുണ്ടായിരുന്നു. കുമ്പസാരക്കാരായ വൈദ്യർ, ആത്മീയമായി നേതൃത്വം. കാരണം ഈ ദർശനങ്ങളൊക്കെ ശരിയാണോ, ഇത് സഭയുടെ പഠിപ്പിക്കലുകളാണോ, ഇതിനകത്തൊക്കെ അർത്ഥമുണ്ടോ? അപ്പോൾ ഈ വക കാര്യങ്ങൾ പ്രത്യേകിച്ച് ചർച്ച ചെയ്യുന്ന കുമ്പസാരക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു വൈദികനാണ് ഫാദർ സൊപ്പോച്കോ. ഫാദർ സൊപ്പോച്കോ എന്താണ്? അത് തന്നെ, ഫാദർ സൊപ്പോച്കോ. അപ്പോൾ ഈ അച്ഛന് ഒരു ദിവസം സിസ്റ്ററിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം, മാത്രമല്ല അച്ഛന് വേണ്ടി ഒരു പ്രത്യേക പരിത്യാഗം ചെയ്ത് പ്രാർത്ഥന വാഗ്ദാനം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്കുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും അച്ഛൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, അച്ഛൻ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു, അതുകൊണ്ട് ഈശോയെ ഇന്ന് എനിക്ക് കുറച്ച് സഹനങ്ങളൊക്കെ തരണേന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മളെങ്ങനെയും ഈ പഞ്ചായത്തിൽ നിന്ന് ഈ സഹനങ്ങളൊന്നും മാറണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകത്തിൽ ചുരുക്കം ചില ആളുകൾ, കർത്താവേ പോരട്ടെ, സഹനങ്ങളൊക്കെ പോരട്ടെ, ആരോടും പറയാതെ സഹിച്ച് ആത്മാക്കളെ രക്ഷിക്കുന്ന, ആത്മാക്കളെ നേടിയെടുക്കുന്ന വിശുദ്ധരുണ്ട്. ഇതൊക്കെ വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവർ മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവരുടെ തേജസ്സും അവരുടെ സ്ഥാനവും ഒക്കെ കാണുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ നമ്മളൊക്കെ ഏതവസ്ഥയിലാണ്, അവരൊക്കെ ഏതവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഫൗസ്റ്റീനയെ ഈശോ പറഞ്ഞത്, എൻ്റെ രണ്ടാമത്തെ വരവിൽ എൻ്റെ സിംഹാസനത്തിൽ നീ എൻ്റെ മുൻപിൽ നിൽക്കും, എൻ്റെ കരുണയുടെ സെക്രട്ടറി ആയിട്ട്. ലോകം മുഴുവനും കരുണ എത്തിക്കാൻ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. നീ ആ വിളിക്ക് അനുസരണം കാട്ടിയതുകൊണ്ട്, സഹനങ്ങൾ ഏറ്റെടുത്തത് കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിർത്തുമെന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ദൈവം തിരഞ്ഞെടുക്കുന്ന ചില പാവപ്പെട്ട മനുഷ്യർ. അതിനകത്ത് വിശുദ്ധരായ ആൾക്കാർ വണക്കത്തിനൊന്നും ഒരുക്കണമെന്നില്ല. ഞാൻ കരുതുന്നു, എൻ്റെ അമ്മയെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ മുട്ടിന്മേൽ മണിക്കൂർ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന രംഗങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ആളുകൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടിയൊക്കെ മുട്ടുമേൽ നിന്ന് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിവുള്ള ധാരാളം ആളുകളെയൊക്കെ നമ്മുടെ ഇടയിൽ കർത്താവ് ഒരുക്കുന്നു. ആൾത്താര വണക്കത്തിനൊന്നും ഒരുക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് ദൈവം കാണുന്നുണ്ട്. അവരെയൊക്കെ ദൈവം ഉയർത്തി തേജസ്സോടെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് അപ്പോഴീ അച്ഛനോട് പറഞ്ഞു, ഫാദറെ, ഞാൻ അങ്ങേക്ക് വേണ്ടി ഒരു പ്രത്യേക പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവെ, ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ അച്ഛൻ സഹിക്കുന്ന ആത്മീയവും ഭൗതികവുമായ എല്ലാ സഹനങ്ങളും ക്ലേശങ്ങളും എൻ്റെ മേൽ ചൊരിയാൻ കൃപയാകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മഠത്തിലിരിക്കുമ്പോൾ കുറേ സിസ്റ്റേഴ്സ് ഫൗസ്റ്റീന സിസ്റ്ററിനെ വിഷമിപ്പിക്കാൻ തുടങ്ങി. ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് സിസ്റ്ററിനെ വിഷമിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്ററിന് മനസ്സിലായി, സഹനം ചോദിച്ചു വാങ്ങിച്ച് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൗസ്റ്റീനയ്ക്ക് ആന്തരികമായ സഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ പെട്ടെന്നൊരു വിഷാദം, ഒരു ഡിപ്രഷൻ അങ്ങ് അടിച്ചു. മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റ് സഹോദരിമാരോട് മനസ്സിൽ ഒരു നീരസം, സ്നേഹിക്കാനാണ് നടക്കുന്നത്, പക്ഷെ പെട്ടെന്നൊരു നീരസം അങ്ങ് തോന്നി. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞപ്പോൾ ഒരു അനിശ്ചിതത്വം. ഇതൊക്കെ സത്യമാണോ? ഇതൊക്കെ ശരിയാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഒരു 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 നിരീശ്വര ചിന്ത കണക്കെ ഒരു അനിശ്ചിതത്വം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത നിമിഷം പിന്നെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ഇതെല്ലാം കൂടി ഇങ്ങ് വന്നു. സഹോദരിമാരുടെ എല്ലാം കൂടെ വിഷമപ്പീര്, അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു വിഷാദം, അപ്പോഴത്തേന് എല്ലാവരോടും ഒരു ദേഷ്യം,
അത് കഴിഞ്ഞപ്പോൾ ഒരു അനിശ്ചിതത്വം, പിന്നെ പ്രാർത്ഥിക്കാനും പറ്റാത്ത അവസ്ഥ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഓട്ടോ പിടിച്ച് ഹൃദയത്തിലേക്ക് വരുന്നൊരവസ്ഥയൊന്ന് ആലോചിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ചില അവസ്ഥകളുണ്ട്, ബ്ലോക്കായി പോകും. അപ്പോൾ വിമ്മി വിമ്മി കരയാൻ തുടങ്ങി. അസാധാരണമായ വേദന കൊണ്ട് വിമ്മി വിമ്മി കരയാൻ തുടങ്ങി. അപ്പോൾ ഈശോ ചോദിച്ചു, എൻ്റെ മകളെ, നീ എന്തിനാ കരയുന്നേ? നീ സ്വയം ഈ സഹനങ്ങൾ ഏറ്റെടുത്തതല്ലേ? എന്നിട്ട് അടുത്തത് എന്നിട്ട് പറയാണ്, നീ ആർക്കു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തോ ആ വൈദികൻ സഹിക്കുന്ന വേദനയുടെ ഒരംശം മാത്രമേ ഞാൻ നിനക്ക് തന്നിട്ടുള്ളൂ. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ദൈവമേ, അങ്ങനെയെങ്കിൽ ആ അച്ഛൻ എന്തുമാത്രം സഹനമായിരിക്കും ഉണ്ടായത്. ആരോട് പറയും? കൂടുണ്ടോ? കുടുംബമുണ്ടോ? കേൾക്കാൻ ആരെങ്കിലും ഉണ്ടോ? മനസ്സിൽ കൊണ്ട് നടക്കുന്ന വേദന. എന്നിട്ട് ഈശോ പറയുകയാണ്, ഈ ഫൗസ്തീന ചോദിച്ചു, എൻ്റെ കർത്താവേ, ഇത്രയും സഹനം എന്തിനാ ആ അച്ഛന് കൊടുത്തതെന്ന് ചോദിച്ചു. ഇത്രയും സഹനം എന്തിനാ കൊടുത്തേ? ഉടനെ ഈശോ പറഞ്ഞു, അവനായി ഞാൻ ഒരുക്കുന്ന ബ്രഹ്മചര്യത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും 3 കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സഹനം അവൻ അനുവദിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ ഒരു ബ്രഹ്മചര്യത്തിൻ്റെ ഒരു കിരീടമുണ്ട്. 2, പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ഒരു കിരീടമുണ്ട്. എൻ്റെ പൗരോഹിത്യം ഞാൻ നന്നായി ജീവിച്ചാൽ എനിക്ക് വേണ്ടി ഒരു കിരീടം ഒരുക്കപ്പെടും. 3, ഞാൻ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്നീ നേരിട്ട് കൊല്ലും, അല്ലെങ്കിൽ ശ്വേത രക്തസാക്ഷിത്വം. ആദ്യത്തേതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എവിടെയെങ്കിലും മിഷനറിയായി പോകാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി കൂടെ പ്രാർത്ഥിച്ചോണം. അപ്പോൾ ഈ രക്തസാക്ഷിത്വം, ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കിരീടം തരുന്ന. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതൊന്നും വലിയ താല്പര്യമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ആന്തരിക സഹനങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത് കിരീടങ്ങൾ തരാനാ. നിങ്ങൾ ഈ സഹനം ആരോട് പറഞ്ഞാലും ആർക്കും മനസ്സിലാകത്തില്ല. നിങ്ങളിപ്പോൾ സഹിക്കുന്ന സഹനങ്ങളെ ഇത് നിങ്ങൾ ആരോട് പറഞ്ഞാലും ആർക്കും പിടികിട്ടത്തില്ലെന്നേ, വെറുതെ പറയാന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു കിരീടങ്ങളുണ്ട് എന്ന തിരിച്ചറിവാണ് ഫൗസ്തീന നമ്മളോട്. ഈ അവഗണന, ഈ ഒറ്റപ്പെടലുകൾ, ആരുമില്ലാത്ത അവസ്ഥ, നിങ്ങൾ മനസ്സിലാക്കാത്ത അവസ്ഥ, ഇതിനൊക്കെ കിരീടങ്ങളുണ്ടെന്ന്. ഇതൊരു ഉട്ടോപ്യൻ ആശയമായിട്ടൊക്കെ തോന്നും. ഈ ലോകത്ത് തന്നെ ഞങ്ങൾ സന്തോഷിക്കട്ടെ, പിന്നാട്ടോ അവിടെ എന്നാണ് എല്ലാവരും പറയുന്നേ. ഇതൊക്കെ എത്ര നാള്? അപ്പോൾ പറയാം, അച്ഛനൊക്കെ പ്രായമായെന്നാ തോന്നുന്നേ, ഞങ്ങൾ ചെറുപ്പക്കാരാ, ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യട്ടെ അച്ഛാ. പ്രിയപ്പെട്ടവരെ, എൻജോയ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ യുവാവേ, നിന്റെ യൗവനത്തിൽ നീ നിന്റെ സൃഷ്ടാവിനെ തിരയുക എന്നൊരു വചനമുണ്ട്. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് കർത്താവിനെ തിരയുമ്പോൾ നമുക്കിതെല്ലാം കിട്ടണമെന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കിരീടങ്ങളുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് പിന്നീട് പറയുന്നത്, ദൈവമേ, എന്തുകൊണ്ടാണ് അവനോട് നീ ഇങ്ങനെ ഒരു 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 സഹനങ്ങളിലൂടെ ഈ അച്ഛനെ വിടുന്നതെന്ന് കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, 3 കിരീടങ്ങൾ ചൂടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈശോ വെളിപ്പെടുത്തിയ സത്യം ഇതാണ്. ശ്രദ്ധിക്കണേ, ഫൗസ്തീനാമ്മ ഇങ്ങനെയാണ് ആ ഡയറിയിൽ എഴുതുന്നത്. 604 ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്നത്, ഈ വ്യക്തി ആര്? ഈ സഹിക്കുന്ന വ്യക്തി, ഈ സഹിക്കുന്ന ഞാനും നിങ്ങളും ഉണ്ടെങ്കിൽ ആ വ്യക്തി ഈശോയുടെ മഹത്വത്തിലും പങ്കുചേരുന്നു. ഈശോയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ ഈശോയുടെ അധികാരം, ആജ്ഞ, പ്രഖ്യാപനം, അധികാരം, അവൻ്റെ ഭരണം, അവൻ്റെ രാജ്യം, അവൻ്റെ ശക്തി, അവൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്ക്, പോർഷൻ കിട്ടും. പോർഷൻ എന്നിട്ട് പറയാണ്, തൻ്റെ പുത്രൻ്റെ പ്രതിച്ഛായ നമ്മുടെ ആത്മാക്കളിൽ ദർശിക്കുമ്പോൾ സ്വർഗീയ പിതാവ് നമ്മെ തിരിച്ചറിയുകയും നമ്മുടെ ആത്മാവിലുള്ള ഈശോയുടെ പ്രതിച്ഛായക്കനുസൃതമായി നമ്മെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. സ്നേഹിതർ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരും അറിയാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന സഹനം ഉണ്ടല്ലോ. നമ്മൾ ഏൽക്കുന്ന ഭർത്താവിൽ നിൽക്കുന്ന പീഡ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിൽക്കുന്ന പീഡ, നമ്മുടെ മക്കൾ നമ്മൾ അനുസരിക്കാത്തപ്പോൾ കണ്ണു നിറയുന്നൊരവസ്ഥ, നമ്മൾ പ്രതീക്ഷിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പില്ലാതെ ഈ രോഗം, സഹനം എത്ര പ്രാർത്ഥിച്ചിട്ട് വിട്ടുമാറാത്ത ഒറ്റപ്പെടലുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത് ആരും കാണാതെ സഹിച്ചാലുണ്ടല്ലോ, കർത്താവ് പറയുന്നത്, ദൈവം പറയുന്നത്, നമ്മുടെ ആത്മാക്കളിൽ ദൈവം ഒരു പ്രതിച്ഛായ കാണും. ആരുടെ?
ഈശോയുടെ ഒരു ചിത്രം നമ്മുടെ ആത്മാക്കളിൽ ദൈവം കാണും. അപ്പൊ ദൈവം നോക്കുമ്പോൾ തൻ്റെ മകന്റെ ചിത്രമുള്ള ആത്മാക്കളെ കാണും. ഇതിനകത്തിരിക്കുന്നതിൽ 50 പേർക്ക് ദൈവം നോക്കുമ്പോൾ ഈശോയുടെ ചിത്രമുള്ള ആളുകളിരിക്കെ എൻ്റെ മകൻ്റെ മുറിഞ്ഞ മുഖമുള്ള ആൾക്കാർ, എൻ്റെ മകൻ്റെ ശരീരം മുഴുവൻ മുറിഞ്ഞ മുഖമുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. എന്നിട്ട് പറയാണ്, ഇത് ദൈവം തിരിച്ചറിയും, പിതാവ് തിരിച്ചറിയുകയും നമ്മുടെ ആത്മാവിലുള്ള ഈശോയുടെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നമ്മെ മഹത്വപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇവിടെ മാത്രം ഒരു മുറിവേ ഉള്ളൂ, ചിലർക്ക് തോളിൽ ഒരു മുറിവുണ്ട് കുരിശ് വഹിച്ചതിൻ്റെ, ചിലർക്ക് പഞ്ചക്ഷതങ്ങളും ശരീരം മുഴുവനും മുൾക്കിരീടത്തിൻ്റെ എല്ലാം മുറിവുമായിട്ട് കുറേ പേര് നീക്കുക. അതിനനുസൃതമായി ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. മനസ്സിലായോ? പറ ഹല്ലേലൂയ. എന്നിട്ട് ഈശോ പഠിപ്പിക്കാണ്, ഇവർ ഈ സഹിക്കുന്നവർ ബലിവസ്തുക്കളാണ്, ഇവരാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. മുഴുവൻ സഹനങ്ങളുള്ളവര് ഈ ലോകത്തെ 2 കൈ കൊണ്ട് താങ്ങി നിർത്തും. ചെറിയ സഹനങ്ങളുള്ളവര് അണിവിരലും കൊണ്ട് താങ്ങി നിർത്തും. ഇവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്കുണ്ടാകുന്ന ഈ കടബാധ്യത, ഈ രോഗം, ഈ മനുഷ്യർ നമ്മളെ മനസ്സിലാകാത്ത വഴക്ക്, അതുപോലെ നമ്മൾ ഏൽക്കേണ്ടി വരും. നമ്മുടെ സൽപ്പേര് കെടുത്തിക്കളഞ്ഞ് നമ്മളെ പീഡിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ, നമ്മളെ കോടതി കയറ്റുമെന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കും. പ്രിയപ്പെട്ടവർ, ഈ സഹനങ്ങൾ കർത്താവിനോട് മാത്രം പങ്കുവെച്ചൊന്ന് ജീവിക്കാൻ ഈ വെള്ളിയാഴ്ച ഈശോ നമ്മളെ ക്ഷണിക്കുക. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ ലോകത്തെ താങ്ങി നിർത്താൻ അവരെ ഉപയോഗിക്കും. എന്നിട്ട് പറയുകയാണ്, ഇവരാണ് ലോകത്തെ താങ്ങി നിർത്തുന്നവർ, ഈശോയുടെ പീഡാസഹനത്തിന്റെ കുറവ് പരിഹരിക്കുന്നവർ. എന്നിട്ട് പറയാണ്, ഇവർ എണ്ണത്തിൽ അധികമില്ല, ഇവർ എണ്ണത്തിൽ അധികമില്ല. എന്നിട്ട് ഫൗസ്തീനയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു ഈശോ. എന്താണെന്നറിയാവോ? നീ നോക്കിയാൽ ഇവിടെ ഇരിക്കുന്നവരിൽ ഈ പ്രതിച്ഛായ ഉള്ളവരാരൊക്കെയാണെന്ന് തിരിച്ചറിയാനൊരു കൃപ നിനക്ക് ഞാൻ തരുന്നു. ഫൗസ്തീന നോക്കുമ്പോൾ ഒരാൾ വന്ന് പ്രാർത്ഥിക്കാൻ, ഫൗസ്തീനാമേ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗസ്തീനയ്ക്ക് അറിയാം ഈ ആളിൽ എന്തുമാത്രം ആത്മാക്കൾ, ഈ ഈശോയുടെ പ്രതിച്ഛായുള്ള ആത്മാക്കളുണ്ട് എന്ന് മനസ്സിലാക്കി കിട്ടാനൊരു കൃപ. ഇവിടെ പലപ്പോഴും ആളുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴേ നമ്മൾ അറിയണം, അവരുടെ സഹനങ്ങളിലൂടെ തേജസ്കരിക്കപ്പെടുന്ന ആത്മാക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ കണ്ടുകൊണ്ട് നമ്മൾ കർത്താവിനെ ആരാധിച്ച് ആശീർവാദം സ്വീകരിച്ച് നമുക്കിന്ന് കൈവപ്പ് പ്രാർത്ഥനയില്ല, നമ്മൾ ഗൂഗിൾ താമത്തി ഭവനങ്ങളിലേക്ക് മടങ്ങും. അത് ഗത്സമേൻ തോട്ടത്തിലെ ഈശോയുടെ ചിത്രവും അതോടൊപ്പം തന്നെ കരുണക്കൊന്തയുടെ ശക്തിയുമാണ്. ഗത്സമേൻ തോട്ടത്തിലെ ഈശോ, അതായത് ഒരു ചിത്രം, ഈ ഫൗസ്തീനായ്മയ്ക്ക് ഗത്സമേൻ തോട്ടത്തിലെ ഒരു ചിത്രം, അതായത് അത് കാണിക്കുന്നത് ഈ അബോർഷനുമായി ബന്ധപ്പെട്ട ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ 1 മണിക്കൂർ ആരാധന നടത്തുമ്പോൾ ഈ ഫൗസ്തീനായ്മയ്ക്ക് വലിയ വേദന ഉണ്ടാവും. അപ്പോൾ ചില സമയത്തൊക്കെ 3 മണിക്കൂർ സമയം വരെ ഈ വേദനയുണ്ട്. ചിലപ്പോൾ അത് അവസാനം ഛർദ്ദിച്ച് ബോധരഹിതയായി വീഴും. ചിലപ്പോഴൊക്കെ ഇത് താനേ കുറഞ്ഞ് ഉറക്കം പിടിച്ച് അങ്ങനെ അങ്ങ് തീരും. 3 മണിക്കൂറൊക്കെ അതിങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ ഗത്സമേൻ തോട്ടത്തിലെ ഈശോയുടെ വേദന, മറ്റേത് പീലാത്തോസിന്റെ സന്നിധിയിൽ ചാട്ടയടി ഏൽക്കുന്ന വേദന. അതെന്തിനായിരുന്നു? അതെന്തിനാ കാണിച്ചു കൊടുത്തേ? മറന്നു. ചാട്ടയടിയുടെ ചിത്രം, ശരീരത്തിൽ ഈശോ ചാട്ടയടിക്കുന്ന ചിത്രം എന്തിനു പകരമായിട്ടായിരുന്നു? യേശുവേ, വിശ്വാസം അന്നേരം എടുത്തുകൊണ്ട് പോകണോ ഇതെല്ലാം? ശരീരത്തിന്റെ അശുദ്ധി അല്ലേ? ശരീരത്തിന്റെ അശുദ്ധി, അശുദ്ധ പാപം, അതിനെതിരെ. ഗത്സമേൻ തോട്ടത്തിലെ ഈ കാഴ്ച, ഈശോ വേദനയോടെ, ഈശോ ചോര വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വെളിപ്പെടുത്തിയത് ദുഷ്ടരായ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിഹാരം അർപ്പിക്കുവാൻ ഈശോ അനുവദിച്ചു തന്ന സഹനമായിരുന്നു ഇത്. അപ്പോൾ ഈ സഹനം ആരാധനയുടെ സമയത്ത് വേദന, അതിവേദന ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അതെന്തിനാണെന്ന് ഈശോ കാണിച്ചത്. ഗത്സമേൻ തോട്ടത്തിൽ ഈശോയുടെ ചിത്രം കാണിച്ചത്. എന്നിട്ട് ഈശോ പറഞ്ഞു, ഇത് നല്ല അമ്മമാരായിരുന്നു, പക്ഷേ കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോൾ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ വെട്ടിക്കണ്ടിച്ച് കൊല്ലുന്ന അമ്മമാർ, ഗവൺമെൻറ് ആശുപത്രിയുടെ ബക്കറ്റിൽ തള്ളുന്ന അമ്മമാർ, അതിന് കാവൽ നിൽക്കുന്ന കൂട്ടു നിൽക്കുന്ന അപ്പന്മാർ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മായിയമ്മമാർ,
അതിനുവേണ്ടി എൻ്റെ കൊച്ചിന് ശരീരത്തിന് ആരോഗ്യമില്ല, ഈ കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് കേടുണ്ട്, അതുകൊണ്ട് കൊന്നു കളഞ്ഞേക്കാമെന്ന് മനുഷ്യബുദ്ധി കൊണ്ട്, പിശാചിൻ്റെ ചിന്ത കൊണ്ട് അബോർഷന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെക്കുറിച്ച് വേദനയോടെ ഗത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ ചിത്രം കാണിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വേദന ഫൗസ്റ്റീനാമ്മയ്ക്ക് അതിദാരുണമായ ഈ വേദന എന്നിട്ട് പറയുകയാണ്, ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ സഹിച്ചിട്ടില്ലെന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞു. ഡോക്ടേഴ്സ് പറയുക, ഇതെന്തുകൊണ്ടാണ് ഈ വേദന ഉണ്ടാകുന്നത് ഞങ്ങൾ പരിശോധിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന്. അപ്പോൾ ഫൗസ്റ്റീനാമ്മ ഈ സഹനം ഏറ്റെടുത്തിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഒരാത്മാവിനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ഈ സഹനം കൊണ്ട് എനിക്ക് സാധിക്കുമെങ്കിൽ ഇതാ ഞാൻ. അത്രയ്ക്ക് ഈശോയുടെ വേദനയാണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, ഇതുപോലെ വന്നിരുന്ന വചനം കേൾക്കേണ്ട കുഞ്ഞുങ്ങളെ നമ്മുടെ ഒരു യാത്രയെ പ്രതി, നമ്മുടെ ഒരു ജോലിയെ പ്രതി, നമ്മൾ ആരോ എന്തോ പറഞ്ഞു, കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റായി കുഞ്ഞായി, ഇതായി വീണ്ടും ഈ വർഷം വരുന്നു, ആളുകൾ കളിയാക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ വെട്ടിക്കണ്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വന്ന് തടഞ്ഞു നിർത്തിയിട്ട് പറയും, പപ്പാ മമ്മി നിക്ക്, എൻ്റെ ചോരയ്ക്ക് കണക്ക് തന്നിട്ട് അകത്ത് കയറിയാൽ മതി എന്ന് പറയും. അത്ര വേദനയാണ് ഈശോയ്ക്ക്. ഇപ്പം എൻ്റെ ശുശ്രൂഷയിൽ ട്രീസ എന്ന് പറഞ്ഞ ഒരു സഹോദരിയുണ്ട്. അവളൊരു നേഴ്സാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവൾ ജോലി ചെയ്യുക, SIT ഔട്ടം തിരുനാൾ ശ്രീ ഔട്ടം അല്ലേ, അതെ, അതായത് അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ. അവൾ എന്നെ കൂടെ വിളിക്കും ഓരോ തവണയും. ഇതുപോലെ അബോർട്ട് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങൾ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊലപ്പ് ചെയ്യപ്പെടുന്നത്. കാരണം വിവാഹത്തിന് മുമ്പായിട്ട് വരുന്ന അനേക കേസുകൾ അവിടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കാൻ വേണ്ടി പേരിട്ട് ഈ കുഞ്ഞു മാമോദീസ ഇത് പറയുകയാണ്. അത് കഴിഞ്ഞ വർഷമാണത് ആരംഭിച്ച ഒരു 100-നും 200-നും ഇടയ്ക്കുള്ള, എനിക്ക് തോന്നുന്നു, കുഞ്ഞുങ്ങൾക്ക്. പ്രിയപ്പെട്ടവരെ, ഉള്ള മിടുക്കരായിട്ടുള്ള പെൺകുട്ടികൾ ഗർഭം ധരിച്ച് ഈ ഉദരത്തിൽ ഈ കുഞ്ഞുങ്ങളെ കൊന്ന് കളയുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്ന ഒരു വലിയ ശുശ്രൂഷ. വേദനയോടെ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് ഈ സഹോദരി വേദനയോടെ ഈ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കും. കാരണം ഇത് ചെയ്ത് പിടയുന്ന കൈകളും കാലുകളുമായിട്ടാണ് ഒരു പ്ലാസ്റ്റിക്കിനകത്ത് ഈ കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. ആ വേദന, പിടയുന്ന വേദനയോടെ ഈ കണ്ണു നിറഞ്ഞ് ഈ കൊച്ച് എന്നെ വിളിച്ചിട്ട് പറയും, അച്ഛാ കുർബാനയിൽ ഓർത്തോണേ, ഇന്ന് അവന് ഞാൻ പേരിട്ടിരിക്കുന്നത് ജോസഫ് എന്നാണ്, ഇന്ന് അവൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത് മേരി എന്നാണ്. അങ്ങനെ ഓരോ പേരുകൾ പറഞ്ഞ് ഞാൻ ആ വിശുദ്ധ കുർബാനയെ വരച്ച് ചേർക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന, അദൃശ്യമായ ശുശ്രൂഷ, ഇതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കണക്ക് കൊടുക്കാതെ സ്വർഗത്തിൽ കയറാമെന്ന് കരുതുന്നുണ്ടോ? കരുണയുടെ വർഷം മാർപ്പാപ്പ തിരുമേനി വൈദികർക്ക് ഈ ഭ്രൂണഹത്യ എന്ന പാപം, അബോർഷൻ എന്ന പാപം പരിഹരിക്കാനുള്ള ഒരു അനുവാദം കൊടുത്തു. നേരത്തെ അത് മെത്രാന്മാർക്ക് മാത്രം നിക്ഷിപ്തമായിരുന്നു. കരുണയുടെ വർഷം അത് ആരംഭിച്ചിട്ട് പിന്നീട് തിരിച്ച് മാർപ്പാപ്പ വൈദികരിൽ നിന്ന് അത് എടുത്തില്ല. ഇപ്പോഴും വൈദികർക്ക് അത് ക്ഷമിക്കാനുള്ള, പരിഹാരം, പാപമോചനം തരാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയിൽ ഈ വക കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കുന്നവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമേ. നമ്മുടെ കർത്താവ് ഗത്സമേൻ തോട്ടത്തിൽ വേദനയോടെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു പാപത്തിന് വേണ്ടിയാണ് ഫൗസ്റ്റീനായി കാണിച്ചു കൊടുത്തത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ സ്നേഹത്തോടും വിനയത്തോടും ഏറ്റെടുത്ത ഒരു അമ്മയാണ് വിശുദ്ധ ഫൗസ്റ്റീന. വേറൊരു അവസരത്തിൽ മറ്റു പല സംഭവങ്ങളുമുണ്ട്. ഒരു 100-ൽ പരം സംഭവങ്ങൾ ഇതുപോലെ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലുണ്ട്. ഇത് ആ ഡയറിയിലുള്ളവരൊക്കെ കിട്ടിയവരൊക്കെ അത് വായിക്കണം, ഇല്ലെങ്കിൽ അത് വാങ്ങിച്ച് വായിക്കണം. ഈശോയോടുള്ള വലിയ സ്നേഹം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ സ്നേഹത്തെ, കരുണയെ വാഴ്ത്തിക്കൊണ്ട് ഒരു ഗാനം കൂടി ആലപിച്ച് ആശീർവാദം സ്വീകരിച്ച് നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങാം. നാളെ നമുക്ക് രാവിലെ 6:15 പ്രഭാത നമസ്കാരമാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നാളെ വൈകിട്ട് നമുക്കറിയാം പതിപോലെ സന്ധ്യാ നമസ്കാരം 6 മണിക്ക്. തുടർന്ന് പീഡാനുഭവ ധ്യാനം ബഹുമാനപ്പെട്ട VP ജോയ്സ് സാറ് ചേക്കനാൽ നമുക്ക് ധ്യാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. 3/4 മണിക്കൂർ സമയമാണത്. അതിനുശേഷം നമുക്ക് വ്യാഴാഴ്ച രാവിലെ 7:30-ക്കാണ് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാന രോഗികളായി കഴിയുന്ന ഭവനങ്ങളിലുള്ളവർക്കെല്ലാം നൽകുന്നത്. അത് ഇനിയും അറിയിക്കാത്തവർ ഉണ്ടെങ്കിൽ ശുശ്രൂഷനെ അറിയിക്കണം. വൈകിട്ട് നമ്മൾ പെസഹ കുർബാന ഉണ്ട് 4:30-ക്ക്. അതിന് മുൻപായിട്ട് രാവിലെ 9 മണി മുതൽ 4:30 വരെ നിശ്ചയിച്ച പ്രകാരം നമ്മുടെ എല്ലാ വായനകളും ഭക്തസംഘടനകളും അതാത് നിശ്ചയിച്ച പ്രകാരമുള്ള ആരാധന ദീപികാരുണ്യ ഈശോയെ വന്ന് 1.5 മണിക്കൂർ ആരാധിച്ച് ആശ്വസിപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പെസഹ അപ്പം കൊണ്ടുവരുന്ന കാര്യവും നമുക്ക് പ്രത്യേകമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് പെസഹ അപ്പം വൈകിട്ട് 4:30-ക്ക് നമ്മുടെ ദേവാലയത്തിൽ വെച്ചിരിക്കുന്നതായ ചെമ്പിൽ നിക്ഷേപിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു.